ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മിഡ് ലൈഫ് ക്രൈസിസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് ഒരു വ്യക്തി ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് അറൗണ്ട് ആകുമ്പോൾ അവരുടെ ലൈഫിൽ അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള പാത്ത് ശരിയാണോ, അവർ പ്രിഫർ ചെയ്തിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിരുന്നോ, അവരുടെ ഗോളുകളൊക്കെ ശരിയായിരുന്നോ, ഇനി മുന്നോട്ടുള്ള ലൈഫ് എത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവോൾവ് ചെയ്ത് വരും, അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചുള്ള ഒരു അൺസേർട്ടനിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നോ എന്നുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു ടർമോയിലാണ് ആക്ച്വലി ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. അറൗണ്ട് 40, 45, 50 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് സാധാരണയായിട്ട് ഇത് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ആൾക്കാർ ഒരു മിഡ് ലൈഫ് ക്രൈസിസിൽ, ആ ഏജ് ഗ്രൂപ്പിൽ കൂടെ കടന്നു പോകുന്നവർ ഒരു മിഡ് ലൈഫ് ക്രൈസിസിലായിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക, ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ലൈഫിനെ നമ്മൾ വ്യൂ ചെയ്യുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബേസിക്കലി ഡെവലപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന അനുസരിച്ച് നമ്മൾ അഡൽട്ട്ഹുഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഒരുവിധം ഫിറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ യങ്ങർ, പ്രത്യേകിച്ച് അഡോളസൻസ് അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡിലൊക്കെ ഈ ലോകത്തെ വ്യൂ ചെയ്തിരുന്ന, പ്രത്യേകിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുന്ന, നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ വേൾഡിലെ മറ്റ് തിങ്സിനെയും മറ്റ് പീപ്പിളിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രയോറിറ്റിയിലായിരിക്കും, ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ വ്യൂ ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത് ഡീൽ ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് ഒരു ഗോളിലേക്ക് ലൈഫ് മുന്നോട്ടേക്ക് പേഴ്സ്യൂ ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ച് 15 ഇയർ ഓൾഡ്, 18 ഇയർ ഓൾഡ്, 20, 25, 30, 35, 40 അങ്ങനെ മുന്നോട്ടേക്ക് ലൈഫ് ഇവോൾവ് ചെയ്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പെർസ്പെക്റ്റീവ് പ്രാക്ടിക്കലി എത്രത്തോളം വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് അറൗണ്ട് 30+ ഇയർ ഓൾഡിലൊക്കെ ആയിരിക്കും പലരും അത് റിയലൈസ് ചെയ്യുന്നത്. അപ്പം 30+ അല്ലെങ്കിൽ 31 തൊട്ടുള്ള ഏജിൽ അവർ കുറേ കൂടെ പ്രാക്ടിക്കലി ലൈഫ് ഫേസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു 10 ഇയർ, അതായത് ഒരു 31 to 40 ഇയർ അല്ലെങ്കിൽ 45, 15 ഇയർ ഒക്കെ കഴിയുമ്പോൾ ചില ആൾക്കാരിൽ ഒരു അൺസേർട്ടനിറ്റി, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതുപോലെ അല്ല ഈ ലോകം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരുന്നില്ല എന്ന് ആൾക്കാർ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നതും ഈ ലോകത്തെ മനസ്സിലാക്കിയിരിക്കുന്നതും എത്രത്തോളം റിയാലിറ്റി ബേസ്ഡ് ആണ് അല്ലെങ്കിൽ ട്രൂത്ത് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആ റിയാലിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ട്രൂത്തിൽ നിന്ന്, അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്ന് എത്രത്തോളം ഡൈവേർജായി പോകുന്നോ അത്രത്തോളം ഈ മിഡ് ലൈഫ് ക്രൈസിസിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്മളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂടാനുള്ള സാധ്യത പലപ്പോഴും പല മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈഫിൻ്റെ എത്രയും നേരത്തെ, എത്രയും യങ്ങറായിട്ടുള്ള ഏജിൽ തന്നെ നമ്മളെ വ്യൂ ചെയ്യുന്നതും ഈ വേൾഡിനെ വ്യൂ ചെയ്യുന്നതും ഗ്രൗണ്ടഡ് ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ടും വ്യൂ ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്, ട്രൂത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിലും കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പാത്ത് നമുക്ക് ലൈഫിൽ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിൽ അല്ലെങ്കിൽ എക്സാജുറേറ്റഡ് ആയിട്ടുള്ളൊരു പെർസെപ്ഷനിൽ ഒരു ഇമാജിനറി വേൾഡിലായിരിക്കും നമ്മൾ ലൈഫ് കണ്ടക്ട് ചെയ്ത് വരുന്നത്. അത് കുറേ നാൾ പലവട്ടം ട്രൈ ചെയ്ത് ഫെയിൽഡായി മുന്നോട്ട് പോകുമ്പോൾ വൺ പോയിന്റിൽ വി വിൽ ബി ഇൻ ട്രാപ്പ് ഓഫ് വെരി ഹൈ ഫ്രസ്ട്രേഷൻ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് ആയിപ്പോൾ. ആ സമയത്താണ് ആക്ച്വലി ഈ പറയുന്ന മിഡ് ലൈഫ് ക്രൈസിസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈഫിനെ എപ്പോഴും ഓണസ്റ്റായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ട്രൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ പാത്ത് ഗൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ മിഡ് ലൈഫ് ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീഅസസ് ചെയ്യുക എന്നുള്ളതാണ്. വാല്യൂസ് ആണെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് നമ്മോടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റ് ആൾക്കാരോടാണെങ്കിലും
സറൗണ്ടിങ് തിങ്സിനോടുള്ള ഇൻട്രാക്ഷൻസ് ആണല്ലോ, അതൊക്കെ തന്നെ ഒന്നുകൂടെ ഒന്ന് റീഅസസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നതാണോ ലൈഫും വേൾഡും, അല്ലെങ്കിൽ എന്താണ് അതിനകത്തൊരു പ്രയോറിറ്റിയിൽ വരുത്തേണ്ട ചേഞ്ച് എന്നുള്ളത് കുറേ കൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി ഗ്രൗണ്ടഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ കുറേ കൂടെ ഇൻടാക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, ഫാമിലി, മാരിറ്റൽ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൂടെ ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇമ്പൾസീവായിട്ടുള്ള ഹയർ ഗോളുകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വീണ്ടും ഹയറായിട്ട് പെർസ്യൂ ചെയ്യുന്നതിന് മുമ്പേ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സും നെസസിറ്റീസൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിനകത്തൊരു ഫുൾഫിൽമെൻറ്റും ഒരു എന്തൂസിയാസവും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്രൈസിസ് ഉണ്ടാക്കുന്ന നമ്മളുടെ അൺസർട്ടനിറ്റിയുടെ ഇമ്പാക്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്സ്, നൈബേഴ്സ്, റിലേറ്റീവ്സ്, അവരുമായിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കുറേ കൂടെ ബെറ്റർ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ വേൾഡിൽ കുറേ കൂടെ ഫുൾഫിൽഡ് ആയിട്ട്, ഫങ്ഷനിങ് ആയിട്ട്, മീനിങ് ഫുള്ളായിട്ട്, പർപ്പസ്ഫുള്ളായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.